പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, അടുത്തൊരു നാളിൽ ഞാൻ പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോ എൻ്റെ യൂട്യൂബിൽ ഞങ്ങൾ കണ്ടായിരുന്നു. ഉള്ളിലെ ചൊറിച്ചിലാണ് പുറമേ വരുന്നത് അലർജിയും ത്വക്ക് രോഗങ്ങളുമെന്ന്. ഏറെ പേർക്കത് ഇഷ്ടപ്പെട്ടു. പല മാനസാന്തരങ്ങൾക്കും രമ്യതയ്ക്കും വഴിതെളിച്ചു. പലരും എന്നോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞതനുസരിച്ച് അപ്പനുമായി അമ്മയുമായി ഭാര്യയുമായി രമ്യപ്പെട്ടപ്പോൾ എൻ്റെ സോറിയാസിസ് പോയി, എൻ്റെ എക്സേമ പുണ്ണ് പോയി, എൻ്റെ മുഖം പ്രകാശിക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. അടുത്ത നാൾ 92 വയസ്സുള്ള ഒരു കുബേര കുടുംബത്തിലെ അഭ്യസ്തവിദ്യയായ ഒരു സ്ത്രീ എൻ്റെ അടുക്കൽ വന്നു. കാറിൽ വന്ന് മുറ്റത്തിറങ്ങിയെങ്കിലും നടന്നാണ് എൻ്റെ അടുക്കൽ വന്നത്. അതിനുള്ള ആരോഗ്യം 92 ഉണ്ടെങ്കിലും 70 തോന്നിക്കുകയുള്ളൂ. നല്ല ചുറുചുറുക്കോടെ മിടുക്കിയായി വന്നു കഴിഞ്ഞു, ഇരുന്നു. അപ്പം വിവരങ്ങളൊക്കെ പറയാൻ തുടങ്ങി. എന്നിട്ട് അത് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഞാനും എൻ്റെ മൂത്ത സഹോദരിയും എൻ്റെ ഇളയ ആങ്ങളെയും കൂടി അടുത്ത കാലത്ത് റോമിൽ പോയി. മാപ്പാപ്പായെ കാണാനുള്ള ഭാഗ്യം കിട്ടി. അച്ഛാ, അവിടെ വെച്ച് ഞങ്ങൾ 3 പേരും മുട്ടുമേ നിന്ന് അദ്ദേഹത്തിൻ്റെ കൈകൾ മുത്തി. എന്നിട്ട് എന്നോട് കൂട്ടിച്ചേർത്തൊരു കാര്യം, അച്ഛാ, പണ്ടൊക്കെ നമ്മൾ പള്ളിയിൽ പോയാൽ പ്രാർത്ഥിക്കുമ്പോൾ ചാരുകസേരയിലോ കുഷിനിട്ട കസേരയിലോ ഇരുന്നല്ല പ്രാർത്ഥിച്ചത്, പിന്നെയോ നിലത്ത് ഇരുന്നു കൊണ്ട്, ചിലപ്പോൾ സാഷ്ടാംഗം ചെയ്തുകൊണ്ട്, അതുപോലെ മുട്ടുമേ നിന്നുകൊണ്ട്. ഇതിനേറെ പേർക്ക് അത് മുട്ടുമേ നിൽക്കാൻ മേല. എൻ്റെ ചേച്ചിയും എൻ്റെ ആങ്ങളെയും പള്ളിയിൽ പോയാലോ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോഴോ മുട്ടിന് വേദനയാണ്. ഡോക്ടർമാർ പറഞ്ഞു മുട്ടു മാറ്റി വെക്കണമെന്ന്. അല്ലെങ്കിൽ എൻ്റെ ഹിപ്പിന് എളിക്കു വേദന എന്ന് പറഞ്ഞ് ഒരിക്കലും പള്ളിയിൽ പോലും കുർബാനയുടെ മധ്യത്തിലെ പ്രധാനപ്പെട്ട നിമിഷത്തിൽ പോലും തല കുനിക്കുന്നല്ലാതെ മുട്ടേ നിൽക്കില്ല. എനിക്ക് വയ്യ. എന്നാൽ അവർ റോമിൽ ചെന്നപ്പോൾ പോപ്പിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. അച്ഛൻ എന്തെങ്കിലും ഈ പരാമർശിച്ചൊന്ന് ഒരു വീഡിയോ ഇറക്കണം എന്ന് പറഞ്ഞിട്ട് മുട്ടുകുത്തി 92 എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു. ഏറെ കാര്യം പറഞ്ഞെല്ലാം നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. എന്നെ ആരെയും ചിന്തിപ്പിച്ചു. ഇന്ന് പള്ളിയിൽ പോയാലും ആരാധനാ സമയത്തും അതിന് മെത്രാന്മാരായാലും അച്ഛന്മാരായാലും ജന്മേനികളായാലും എല്ലാവരും നല്ല സുഖമായി കസേരയിൽ ഇരുന്ന്, കുഷ്യനുള്ള കസേരയിൽ ഇരുന്ന് ആണ് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് പറയും പ്രാർത്ഥിക്കാൻ മേല. എന്താ മുട്ട നിൽക്കാത്തത്? മുട്ടിന് വേദനയാണ്, എളിക്ക് വേദനയാണ്. ഒരു പക്ഷെങ്കിൽ കത്താൻ മുമ്പിൽ മുട്ടുമടക്കാത്തത് കൊണ്ടല്ലേ ഈ വേദന? ഒരു വിശാവിൻ്റെ മുമ്പിൽ എളിമപ്പെട്ടുകൊണ്ട് സാഷ്ടാംഗം ചെയ്യാത്തത് കൊണ്ടല്ലേ അതെ ഈ വേദനകൾ ഒരുപക്ഷെ എളിക്കും, ഒരുപക്ഷെ നടുവിനും ഒക്കെ ഉണ്ടാകുന്നത്? അതെ, ഇപ്പോൾ ഡോക്ടർമാർക്ക് ഇതുകൊണ്ട് ഒത്തിരി പണമുണ്ടാക്കാൻ പറ്റും. ആശുപത്രികൾക്കും, അതായത് മുട്ടുമാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയ, നീ റീപ്ലേസ്മെൻറ്റ്, അതുപോലെ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്, അതായത് എളി മാറ്റി വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് മാറ്റിയതുകൊണ്ടും നിങ്ങൾക്ക് സൗഖ്യം കിട്ടില്ല. നമുക്ക് ഉണ്ടായിരുന്ന ആ പഴയ കാലത്തെ പോലെ അതായത് നമുക്ക് അല്പം സഹനമുണ്ട്. ആ സഹനത്തെ അർത്ഥമുണ്ട്. അന്നും മുട്ട നിൽക്കുമ്പം വേദനയുണ്ടായിരുന്നു. അന്നും നിലത്തിരിക്കുമ്പം അതെ മുട്ടുമടക്കിയിരിക്കുമ്പോൾ അതിൻ്റെ അസ്വസ്ഥതയുണ്ടായിരുന്നു. അതെല്ലാം ആ സക്കരാരിയെ നോക്കി, അല്ലെ വിശുദ്ധ കുരിശിനെ നോക്കി സമർപ്പിച്ചുകൊണ്ട് വേദനയോടെ പ്രാർത്ഥിച്ചു. ആ ഗെത്സമനിയിൽ ഈശോ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചതുപോലെ, സാഷ്ടാംഗം ചെയ്ത് പ്രാർത്ഥിച്ചതുപോലെ. ഹല്ലേലൂയ. ഇന്നും നമുക്ക് ഗെത്സമനി ചെന്നാൽ കാണാൻ കഴിയും. യേശു മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോഴത്തെ കല്ല്, ആ പടഞ്ഞ് നിലത്ത് കിടന്ന ആ സ്ഥലം. പ്രിയപ്പെട്ട പലരും അവിടെ പോയി സാഷ്ടാംഗം ചെയ്യാതെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കല്ല് മുത്തുന്നതും
മുട്ടുകുത്തുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനും ചെയ്തതാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, ഞാനിത് പറയാൻ കാരണം, മുട്ട് കുത്തേണ്ടടുത്ത് മുട്ട് കുത്തണം. വേദനയുണ്ട്, സഹനമുണ്ട്, അത് ഏറ്റെടുക്കുവാനും സമർപ്പിക്കുവാനും പഠിക്കണം. ആ വേദനയോട് കൂടിയുള്ള പ്രാർത്ഥനയാണ് ഗത്സമനിയിലെ പ്രാർത്ഥന, കുരിശിലെ പ്രാർത്ഥന. ഈശോ നോക്കിക്ക്, അത് ആ കുരിശിൽ കിടന്നത് 3 ആണികളിലാണ്. രക്തത്തിൻ്റെ 90% വാർന്നുപോയി വിളറിയിരിക്കുന്ന ശരീരം, 5000-ൽ പരം മുറിവുകൾ ഉണ്ട്. ഈ വേദനയോടുകൂടിയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഗത്സമനിയിലും അങ്ങനെ തന്നെയാണ്, നമുക്കറിയാം. എല്ലാ സഹനങ്ങളോടുകൂടി രക്തം വിയർത്തുകൊണ്ടും ആണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഇന്ന് നമ്മൾ ആഡംബരത്തിലേക്ക് പോയി കഴിഞ്ഞു എന്ന് ഞാൻ പറയും. ക്രൂശിതനെ മറന്നുപോയി. അതുകൊണ്ടാണ് പലർക്കും ഈ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. ദൈവം കൊടുക്കുന്നതല്ല, ഉണ്ടാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ എളിമയുണ്ടായിരിക്കണം, ആ വേദനകൾ സഹിക്കുന്ന മനോഭാവവും ഉണ്ടായിരിക്കണം. അതെ, ഞാൻ ഓർക്കുകയാണ്, ഒരു മദർ സുപ്പീരിയറിൻ്റെ അടുക്കൽ കന്യാസി മുട്ട നിൽക്കും, മെത്രാൻ്റെ മുമ്പിൽ നിൽക്കും. എന്നാൽ പള്ളി വരുമ്പോൾ നിന്നാലേ പറ്റൂ, വേദനയാണ്. കുർബാന കാണാൻ വേദനയാണ് മുട്ടിന്. ഹല്ലേലൂയ. ഇതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ഒരു മനുഷ്യനായ പോപ്പിൻ്റെ മുമ്പിൽ ആ മുട്ടുകുത്തി, ഈ സ്ത്രീ പറഞ്ഞ പോലെ. എന്നാൽ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ചേച്ചിയോ അല്ലെങ്കിൽ എൻ്റെ ചേട്ടനോ അനിയനോ മുട്ടുകുത്താൻ തയ്യാറാവുന്നില്ല. വേദനയാണ്. പ്രിയപ്പെട്ടവരെ, അതെ, നമുക്ക് ഇത് അല്പം ഒന്ന് ചിന്തിച്ചാൽ സൗഖ്യം കിട്ടും. അതെനിക്കറിയാം. ഞാൻ സൗഖ്യത്തിന് വേണ്ടി പറഞ്ഞല്ല, നമ്മൾ എളിമപ്പെടണം. നമ്മുടെ പഴയ പൈതൃകവും കൂടിയാണത്. നമുക്ക് നോക്കിയാൽ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ ഒരിക്കലും പട്ടുമെത്തയിൽ ഇരുന്നുകൊണ്ടല്ല പ്രാർത്ഥിക്കുന്നത്. അതുപോലെ മുസ്ലിം സഹോദരങ്ങളും അവിടെ മോസ്കിലോ അല്ലെങ്കിൽ അമ്പലങ്ങളിലോ പോയാൽ അവിടെ നമ്മുടെ കത്തോലിക്ക പള്ളിയിലുള്ളതുപോലെയോ ക്രിസ്തീയ പള്ളികളിലുള്ള പോലെ കുഷ്യനിട്ട ചാരുള്ള ബെഞ്ചുകളോ അല്ലെങ്കിൽ കസേരകളോ ഇല്ല. അവർ പോകുന്നു, അവർ സാഷ്ടാംഗം വീഴുന്നു, അല്ലെങ്കിൽ നിലത്ത് ചമ്പരം പടിഞ്ഞിരിക്കുന്നു. ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഈദും ഒക്കെ ആഘോഷിക്കുമ്പോൾ മുസ്ലിങ്ങൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ മണ്ണിലേക്ക് പടഞ്ഞു കിടക്കുന്ന സാഷ്ടാംഗം വീഴുന്നത്. ഇതൊക്കെ നമുക്ക് ഒരു വെല്ലുവിളിയാകട്ടെ. നമ്മൾ പ്രാർത്ഥനയിൽ പോലും ഒത്തിരി സുഭിക്ഷത അല്ലെങ്കിൽ സൗകര്യം, സന്തോഷം, കംഫർട്ട് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ, അതായത് ഒത്തിരി കംഫർട്ടുള്ള സുഖത്തിൻ്റേതായ ഒരു തലമാണ് അന്വേഷിക്കുന്നത്. ഇതുകൊണ്ടല്ലേ ഒരു പക്ഷേ നമ്മുടെ മനഃശാന്തം നടക്കാത്തത്? അതുകൊണ്ടല്ലയോ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാതെ പോകുന്നത്? ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം. എല്ലാവരും മുട്ടുകുത്താനായിട്ട് മഞ്ഞാക്കലച്ചൻ പറഞ്ഞു എന്നോ, സാഷ്ടാംഗം ചെയ്യാൻ മഞ്ഞാക്കലച്ചൻ പറഞ്ഞു എന്ന് ഇനി നിങ്ങളൊക്കെ പറഞ്ഞു വരച്ചേക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഈ വീൽ ചെയറിലാകുന്നതിന് മുമ്പ് ഞാൻ രാവിലത്തെ പ്രാർത്ഥനയുടെ സമയത്തും മറ്റ് സമയത്തും മുട്ടുകുത്തി. അന്നും എനിക്ക് വളരെ മുട്ടിൽ വേദനയുണ്ടായിരുന്നു, കാലിൽ വെരിക്കോസ് വെയിൻ, അത് പൊട്ടിച്ചോരയും ഒഴുകുമായിരുന്നു. എങ്കിൽ പോലും ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു അന്ന്. അത് കണ്ടിട്ടുള്ള എൻ്റെ സഹോദരങ്ങൾ ഉണ്ട്. പ്രിയപ്പെട്ടവർ, ഇന്ന് നിങ്ങൾക്കറിയാവുന്നവർ എനിക്ക് നിൽക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് മുട്ടേ നിൽക്കത്തുമില്ല. അതുകൊണ്ട് ഞാൻ തലനമിച്ച് പള്ളിയുടെ സക്രാരിയിൽ അടുത്ത് ക്രൂശിതൻ്റെ അടുക്ക് പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്നെ തന്നെ ഉയർത്തി പറയല്ല, കണിശമാറ്റും സഹനം, വേദന ഏറ്റെടുത്തുള്ള പ്രാർത്ഥന അത് വളരെ ഫലവത്താണ്. ലോകരക്ഷ യേശു നേടിയെടുത്തത് അങ്ങനെയാണ്, ഗത്സമനിയിലും കുരിശിലും. നമുക്ക് അവനെ അനുഗമിക്കാം. പ്രത്യേകിച്ച് ഇതൊരു നോയമ്പ് കാലമാണ്. നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്. ഞാൻ ഒരു ഹോട്ടലിൽ പോകുമ്പോൾ കസേരയിലും മെത്തയിലും ഇരിക്കുന്നു, വീട്ടിലും അങ്ങനെ ചെയ്യുന്നു. എൻ്റെ ദൈവത്തിന് മുമ്പിൽ, ത്രിയേക ദൈവത്തിന് മുമ്പിൽ എനിക്ക് മുട്ടുമടക്കി, പക്ഷെ നിലത്ത് മണ്ണോട് മണ്ണ്, നീ മണ്ണിൽ നിന്നാണ് ഉരുവാക്കപ്പെട്ടത്,
ആ മണ്ണിലേക്ക് പോകേണ്ടവനും പോകേണ്ടവളുമാണ്. ഒന്ന് ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഷെക്കീനായ ധ്യാനം കൊടുത്തപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഒരു യുവാവ് എനിക്ക് സാക്ഷ്യം എഴുതിയതുപോലെ ജീവിതത്തിൽ ആദ്യമായിട്ട്, കാരണം ഒരു പ്രഭു കുടുംബത്തിലെ ആളായിരുന്നു, പണമുള്ള ആളാണ്, ഒരിക്കലും മുട്ടുകുത്തിയിട്ടില്ല. ഓർമ്മയിൽ മുട്ടുകുത്തിയ സംഭവം അറിയത്തില്ല, കുമ്പസാരിക്കാൻ പോലും മുട്ടുകുത്തില്ല. ആ ആള് അന്ന് ധ്യാനത്തിൽ മുട്ടുകുത്തിയതിൻ്റെ ഫലം എന്താണെന്ന് ആ സാക്ഷ്യം നിങ്ങൾ കേട്ടു. ഒരു മാനസാന്തരത്തിലേക്ക് നയിച്ചു. മാത്രമല്ല അവൻ്റെ അനീതിയുടെ ജീവിതം നിർത്താനും അനിയിൽ നിന്ന് കിട്ടിയ ലാഭം പാവങ്ങൾക്ക് പങ്കുകൊടുക്കാനും ആ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പ്രചോദനം കൊടുത്തു. ഒരുപക്ഷേ സംസാരിക്കുന്ന ഈശോയെ നമുക്ക് കേൾക്കാൻ ഇന്ന് പറ്റുന്നില്ല. നമുക്ക് സന്ദേശം തരുന്ന കർത്താവിൻ്റെ സന്ദേശം കേൾക്കാൻ പറ്റുന്നില്ല. ആന്തരിക ചെവികൾ തുറക്കാൻ സാധിച്ചിട്ടില്ലായിരിക്കാം. ഹൃദയത്തിൽ ഈ പ്രാർത്ഥന എല്ലാം നടത്തിയിട്ടും ഇരുന്നുകൊണ്ട് കൈകൊട്ടിയും കൈ ഉയർത്തിയും ഒക്കെ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന കേൾക്കുന്നില്ല. ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടത് ആണ്. നമ്മൾക്കൊരു മനഃശാന്തം തന്നെ വന്നിട്ടില്ല. നമുക്ക് ഈ ഭൗമികമായ അത് സന്തോഷം, സൗകര്യം അല്ലെങ്കിൽ സുരക്ഷിതത്വം ഒന്ന് വിടണം പ്രാർത്ഥിക്കുവാൻ. അത് കംഫർട്ട് സോൺസ്. അച്ഛന്മാരും കന്യാസികളും എല്ലാം അതിൽ ഉൾപ്പെടുന്നവരാണ്. അതുകൊണ്ട് എന്നെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ മടി, സഹനമെടുത്ത് പ്രാർത്ഥിക്കാനുള്ള മടി. മത്താമാരൊക്കെ പള്ളി വരുമ്പോൾ എല്ലാവരും കാണിക്കാൻ ഒരു ചുമന്ന നീലറയിൽ മുട്ടുകുത്തിയേക്കാം. അവരൊന്ന് ആത്മശോധന ചെയ്തിട്ട് എത്ര സമയം സർക്കാരിൻ്റെ മുമ്പിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഉള്ള മെത്രാന്മാരെയും എനിക്കറിയാം, അച്ഛന്മാരെയും അറിയാം. സെമിനാരികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില അച്ഛന്മാർ മണിക്കൂറുകൾ രാവിലെ എഴുന്നേറ്റ് പോയി സെമിനാരിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്രകാരം പ്രാർത്ഥിക്കുന്ന സെമിനാരിക്കാരെയും എനിക്കറിയാം. പരസ്യമായിട്ടല്ല, ആരെയും കാണിക്കുവാനുമല്ല. പ്രിയമുള്ളവരെ, രഹസ്യത്തിൽ കാണുന്ന കർത്താവ് സ്വർഗം തുറന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കും. ആരെയും കാണിക്കാനല്ല. അത് നമ്മൾ നിലത്തിരിക്കുന്നതോ അല്ലെങ്കിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ തലകുനിച്ച് പ്രാർത്ഥിക്കുന്നതോ മുട്ടേ നിന്ന് പ്രാർത്ഥിക്കുന്നതോ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ. ഒരു പക്ഷെങ്കിൽ ആ നീ റീപ്ലേസ്മെൻറ്റിന്, മുട്ടുമാറ്റി വയ്ക്കലിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന പണം, അല്ലെങ്കിൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്, നടുവ് മാറ്റിവെക്കാനുള്ള അല്ലെ തണ്ടൽ മാറ്റിവെക്കാനുള്ള, എളി മാറ്റിവെക്കാനുള്ള ഓപ്പറേഷനുള്ള പൈസയും പാവങ്ങൾക്ക് വല്ലതും കൊടുക്കുക. ഏറെ സഹനത്തിലൂടെ കടന്നു പോകുന്നവരെ സഹായിച്ചു. അതുകൂടി ആകുമ്പോൾ നിൻ്റെ മുട്ടും ശരിയാകും, ചിരട്ട മാറ്റാതെ ഈ ശസ്ത്രക്രിയ ചെയ്യാതെ. നിൻ്റെ നടുവും നേരെയാകും, മുതുകും പുറവും നേരെയാകും എന്ന് ഞാൻ പറയുന്നു. നമുക്കറിയാം നമ്മുടെ ആന്തരികതയും ബാഹ്യതയും തമ്മിലുള്ള ബന്ധം. ആന്തരിക നേരെയാകുമ്പോൾ ശരീരവും നേരെയാകും. ഞാൻ പറയാനുള്ളത് പോലെ വയസ്സ് 80 ആയാലും ആര് ചോദിച്ചാലും ആർ യു ബിക്കം ഓൾഡ്, വയസ്സായോ? ഇല്ല, ഞാനിന്നും ഒരു യുവാവ് ആണ്. ഹല്ലേലൂയ. യേശുവിനൊരു യുവാവാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഈ യുവത്വത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ ഇതെല്ലാം സാധ്യമാണ്. നാം സാധ്യമല്ല, മുട്ടുവെക്കത്തില്ല, കൈപൊക്കത്തില്ല, ഓരത്തിന് വേദനയാണ്. എനിക്ക് ചമ്പ്രം പടിഞ്ഞിരിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഹിപ്പിന് വേദനയാണ് എന്ന് പറഞ്ഞ് സുഖമായി മെത്തെ കിടക്കാം, മെത്തയിലിരിക്കാം. അത് അപ്പോൾ അതിൻ്റെ കുറവും ഉണ്ട്. ആ സഹനങ്ങൾ ഏറ്റെടുത്ത് ഈശോയെപ്പോലെ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് ഈ പീഡാനുഭവ കാലത്ത് ക്രൂശിതനെ നോക്കി ധ്യാനിക്കുമ്പോൾ ആ യേശുവിനെ നമ്മളിന്ന് എടുത്തു കളയാതെ, അത് നമുക്ക് വേണ്ടി പങ്കപ്പാട് അനുഭവിച്ച, കുരിശുമരണം പ്രാപിച്ച ഈശോയെ മനസ്സിൽ കണ്ടുകൊണ്ട്, അതുകൊണ്ടല്ലേ പൗലോസ് അപ്പസ്തോലൻ ആ ഗലാത്യർ 3 പറഞ്ഞത്, നിങ്ങളുടെ മുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടവനെ എന്തുകൊണ്ട് മാറ്റിയെന്ന്. ഞാൻ അതേപ്പറ്റി ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇറക്കിയല്ലോ. പ്രിയപ്പെട്ടവർ, നമുക്ക് അത് ആ ക്രൂശിതൻ എന്ന് പറയുമ്പോൾ സഹനം സഹിക്കുന്നവൻ. സഹനമില്ലാതെ ജീവിതമില്ല, സഹനമില്ലാതെ അത് നിത്യസൗഭാഗ്യം ഇല്ല. ഓരോ സഹനത്തിൻ്റെ നിമിഷവും തമ്പുരാൻ ദൈവത്തിൻ്റെ കൃപയുടെ നിമിഷങ്ങൾ ആണ്. അത് ഒന്ന് ഞാൻ പറയാം, നമ്മൾ ഇപ്രകാരം നമ്മുടെ ശാരീരിക
കംഫർട്ടിന് വേണ്ടി, അതായത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി, അല്ലെങ്കിൽ ശരീരം സൂക്ഷിക്കാൻ വേദനയുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഹനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറ് വരുമ്പോൾ നമ്മളൊരു പക്ഷേ കർത്താവിൻ്റെ ഹിതമാണോ? ആ കർത്താവിന് ആ ഗത്സമനി വെച്ച് അങ്ങേ ഇഷ്ടം പോലെ നടക്കട്ടെ, എൻ്റെ ഇഷ്ടം ഈ കുരിശുമരണമല്ല. ഒന്ന് ചിന്തിക്കൂ. മറിയം ഒരിക്കലും ഒരമ്മയാകാൻ ആഗ്രഹിച്ചില്ല. അവൾ ഗബ്രിയേൽ മാലാഖയോട് ആയിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങേ ഇഷ്ടം പോലെ ഇതാ കർത്താവിൻ്റെ ദാസി. ഈ മനോഭാവം ഉണ്ടായിരിക്കട്ടെ. ഇത് നമ്മുടെ മക്കൾക്കും പകർന്നു കൊടുക്കാൻ ഇടയാകട്ടെ. അതേ പലപ്പോഴും ഞാൻ ഓർക്കും, എന്തുകൊണ്ടാണ് ഈശോ അതായത് തൻ്റെ ഇഷ്ടം അത് സഹിക്കാനല്ലായിരുന്നു, എന്നാൽ സഹിക്കാനായിട്ട് ആഹ്വാനം ചെയ്ത പിതാവിൻ്റെ ഇഷ്ടത്തിന് അങ്ങേ ഇഷ്ടം പോലെ എന്ന് പറയാൻ കാരണം, അപ്രകാരം ജീവിച്ച ഒരു അമ്മയുടെ കൂടെയാണ് അവൻ കണ്ടു പഠിച്ചത്. അവൻ പൂർണ്ണ മനുഷ്യനായിരുന്നു, ഓർത്തോണം. അപ്പോൾ ചെറുപ്പം മുതലേ അറിഞ്ഞു അമ്മ ചെയ്തത്. അമ്മ കന്യകയായി ജീവിക്കാൻ കന്യകത്വം ദൈവത്തെ സമർപ്പിച്ചവൾ. പെട്ടെന്ന് ഗബ്രിയേൽ പറഞ്ഞു, നീ അമ്മയാകും, പ്രസവിക്കും. അത് ഉടനെ പറഞ്ഞ് സംഭവിക്കുകയല്ലോ എന്ന്. പരിശുദ്ധാത്മാവ് വരും. അപ്പോൾ അങ്ങേ ഇഷ്ടം പോലെ ഇതാ കർത്താവിൻ്റെ ദാസി. അപ്പോൾ ആത്മാവിൻ്റെ കുറവാണ് നമുക്ക്, പരിശുദ്ധാത്മാവിൻ്റെ. യേശുനാഥനും ആ സഹനങ്ങൾ സഹിക്കുവാൻ മാലാഹ വന്ന് ബലപ്പെടുത്തി എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തി. ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഏത് സഹനങ്ങളും സഹിക്കാൻ കഴിയും. എന്നുമെന്നും യുവാവായി ജീവിക്കാൻ കഴിയും. നമുക്ക് അസാധ്യമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് ആ ആത്മാവ് സാധ്യമാക്കി തീർക്കും. കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ നോയമ്പ് കാലത്തിൻ്റെ അവസാന നാളുകളിൽ ഇതേപ്പറ്റിയൊക്കെ ചിന്തിക്കുക. ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടുകൂടി ഉയർത്ത ഒരു ജീവിതം കഴിക്കാം. നിങ്ങളോരോരുത്തരെയും ആ ക്രൂശിതൻ്റെ ഹൃദയത്തിൽ അർപ്പിച്ച് ഞാൻ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.